മന്ത്രിസ്ഥാനത്തെത്തിയത് മുതൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് സർക്കാരിനെ വിറപ്പിച്ച വ്യക്തിയാണ് നമ്മുടെ ഗണേഷ് ഏട്ടൻ. എന്നാൽ ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഡ്രൈവിംഗ് പരിശീലന ഗ്രൗണ്ടിൽ കാലനെ ഇറക്കിയും പ്രതിഷേധ ബോർഡുകൾ ഉയർത്തിയും റീത്ത് കാണിച്ചുമാണ് തൃശൂരിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഡ്രൈവിംഗ് പരിശീലന ഗ്രൗണ്ടിലെത്തിയ കാലൻ ഇരുചക്ര വാഹനത്തിൽ എട്ടെടുത്തു. M80 സ്കൂട്ടറിൽ കയറി കെട്ടിവലിച്ചു. ശേഷം കാലൻ 15 വർഷം പഴക്കമുള്ള കാറിന് മുകളിൽ കയറിയിരുന്നു. കാലനെയും കാറിനെയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കയർ കൊണ്ട് കെട്ടിവലിച്ചു കൊണ്ടുപോയി. ഒപ്പം കാറിലൊരു റീത്തും വച്ചു. പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി തങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത്. ഡ്രൈവിംഗ് പഠിക്കാൻ എത്തിയവരും പ്രതിഷേധത്തിനൊപ്പം ചേർന്നു. കാലനായത് പെപ്പിൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമ പെപ്പിൻ ജോർജ് ആണ്. ലേണേഴ്സ് ഡ്രൈവിംഗ് സ്കൂൾ ഓണർ ഷിജു മാർട്ടിൻ, സാരഥി ഡ്രൈവിംഗ് സ്കൂൾ ഓണർ വിഷ്ണു നാരായണൻ, ആദിത്യ ഡ്രൈവിംഗ് സ്കൂൾ ഓണർ മനോജ് ഗൗരി, ശങ്കര ഡ്രൈവിംഗ് സ്കൂൾ ഓണർ അനിൽ എന്നിവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. അതേസമയം പുതിയ മാറ്റങ്ങൾ ഇങ്ങനെയാണ്. കാർ ടെസ്റ്റിന് H ഒഴിവാക്കി എന്നതാണ് പ്രധാന തീരുമാനം. Hന് പകരം സിഗ്സാഗ് ഡ്രൈവിംഗിനും നേരെയും ചെരിച്ചും പാർക്ക് ചെയ്യുന്നതും ഉൾപ്പെടുത്തി. കയറ്റിറക്കം, റിവേഴ്സ് ടെസ്റ്റിംഗ്, റിവേഴ്സ് സ്റ്റോപ്പ്, ഫോർവേഡ് സ്റ്റോപ്പ് എന്നിവയും ചെയ്യണം. കാർ ലൈസൻസിന് ഓട്ടോമാറ്റിക് വാഹനവും ഇലക്ട്രിക് കാറും പറ്റില്ല. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കേണ്ടത് കാൽപാദം കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സെലക്ഷൻ സംവിധാനമുള്ള വണ്ടിയായിരിക്കണം. 99 cc മുകളിലായിരിക്കണം വാഹനം. ഹാൻഡിൽ ബാറിൽ ഗിയർ സെലക്ഷൻ സംവിധാനമുള്ള മോട്ടോർ സൈക്കിൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കണം. ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് ഡാറ്റ മോട്ടോർ വാഹന വകുപ്പിലെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുകയും ഡാറ്റ 3 മാസം സൂക്ഷിക്കുകയും വേണം. പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ കാലപ്പഴക്കം 15 വർഷമാക്കി. പഴക്കം ചെന്ന വാഹനങ്ങൾ മെയ് 1 മുൻപ് നീക്കം ചെയ്യണം. കാർ ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഡ്രൈവിംഗ് സ്കൂളിലെ പരിശീലകരായ യോഗ്യതയുള്ളവരെ നിയമിക്കണം. റെഗുലർ കോഴ്സായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായവരായിരിക്കണമെന്നാണ് നിർദ്ദേശം. വാഹനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്ന റോഡിൽ തന്നെ റോഡ് ടെസ്റ്റ് നടത്തണമെന്നാണ് മറ്റൊരു നിർദ്ദേശം. ഗ്രൗണ്ടിൽ റോഡ് ടെസ്റ്റ് നടത്തിയാൽ ഉദ്യോഗസ്ഥന്റെ വീഴ്ചയായി കണക്കാക്കുകയും ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യും.